സ്ക്രിപ്റ്റാന്നുള്ള കാര്യം. അപ്പം ഓൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരാളെ കൊന്നിട്ട് ഓൾഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരാളെ കുത്തിക്കൊല്ല, എന്നിട്ട് നമ്മൾ പറയാം അത് പണ്ടത്തെ ഞാൻ ചെയ്തതാ. അല്ലെങ്കിൽ ഒരു 10 ലക്ഷം റുപ്യ ഒരാളടുത്ത് നിന്ന് കടം വാങ്ങിയിട്ട് പറയാം പണ്ടത്തെ ഞാനാണ്. ആ ഓൾഡ് തൊപ്പി ഒരാളെ 10 ആളെ കൊന്നിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴത്തെ പുതിയ തൊപ്പിയാണ്, അപ്പോൾ അത് എടുക്കൂല. അങ്ങനെയാണോ? ഒരാളെ കൊന്നിട്ട് അല്ലെങ്കിൽ ഒരാളെ പീഡിപ്പിച്ചിട്ട് ഈ പറഞ്ഞ പോലെ അത് ഓൾഡ് തൊപ്പി ചെയ്തതാ, അത് ഞാൻ ചെയ്തതല്ല എന്ന് പറഞ്ഞാൽ അത് ന്യായമാവുമായിരിക്കും. നിങ്ങൾക്കത് ന്യായമായിരിക്കും. നിങ്ങൾക്കത് ന്യായമായിരിക്കും. ഓൾഡ് അല്ലാത്തൊരു സാധനം ഞാൻ കാണിച്ചു തരാം. വെയിറ്റ്. ഓൾഡ് അല്ലാത്ത സാധനം ഞാൻ കാണിച്ചു തരാം. ഇത് ഓൾഡ് അല്ല, ഇത് ഡേറ്റ് നോക്കിയാൽ മനസ്സിലാവും. ഇത് ഓൾഡ് അല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് വിശ്വസിക്കാതെ ഇതാ 21 സെപ്റ്റംബർ 2025. 21 സെപ്റ്റംബർ 2025. ഇത് ഓൾഡാണോ ഒന്ന് പറഞ്ഞാൽ? ഇത് ഓൾഡാണോ എന്ന് പറഞ്ഞേ. ഇത് ഓൾഡാണോ ഇല്ലയോ എന്ന് പറ. ഇത് ഓൾഡാണോ എന്ന് പറ. ഡേറ്റ് ഉണ്ടല്ലേ, ഇത് വാട്സപ്പാണ്, ഇത് ഡേറ്റ് ഉണ്ട്, എല്ലാം കാണിക്കും. അപ്പോൾ ഒന്ന് പറഞ്ഞേ. ഇത് ഓൾഡാണോ? ഇതിന് ഓൾഡാണോ എന്ന് പറ. ഇത് ഓൾഡാണോ എന്ന് പറ. ഇത് ഓൾഡാണോ? ഇത് ഓൾഡല്ലല്ലോ. അല്ലല്ലോ. ഡേറ്റ് കാണുന്നുണ്ടല്ലോ. ഓക്കെ, ഡേറ്റ് കാണുന്നുണ്ടല്ലോ. കോഴിക്കോട് പൂരികൾ ഇറങ്ങിയിട്ടുണ്ട്. മനസ്സിലായോ? കോഴിക്കോട് പൂരികൾ ഇറങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലായോ? കോഴിക്കോട് പൂരികൾ ഇറങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് ബീച്ച് സ്റ്റാർബക്സ് ഭാഗത്ത് ചക്കപ്പൂരികൾ ഇറങ്ങിയിട്ടുണ്ട്, ജാഗ്രത. പറയുന്ന കാര്യമാണ്. മനസ്സിലായോ? കോഴിക്കോട് പൂരികൾ ഇറങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് ബീച്ച് സ്റ്റാർബക്സ് ചക്കപ്പൂരികൾ ഇറങ്ങിയിട്ടുണ്ട്, ജാഗ്രത. മനസ്സിലായോ? ജാഗ്രത. ഞാനും പറയുന്നുണ്ട്, ഞാൻ പുണ്യാളം കളിക്കാൻ വന്നോന്നല്ല, ഞാൻ അവനെ പോലെ പുണ്യാളം കളിക്കാൻ വന്നോന്നല്ല. ഇത് ഓൾഡാണോ? ഡേറ്റ് നോക്കണം. മൈര് ബുദ്ധിയില്ലടാ. ഇതാ ഓൻ്റെ നമ്പറാണ്, ഇത് ഓൻ്റെ നമ്പറാണ്. ഓൻ്റെ ഇതിൽ തന്നെ ഇതെല്ലാം കാണിക്കുന്ന വേണ്ട. ഇതാ ഇത് ഒരുത്തൻ എൻ്റെ ഒരു മോഡിന് അയച്ചു തന്നൊരു വീഡിയോ. ഫേക്കോ ഇതാ ഫേക്കോ. എടാ ഇത് ഓൻ്റെ നമ്പർ ഉണ്ടടാ, ഓൻ്റെ നമ്പറിനാടാ ഇത് വരുന്നത്. ഓ എന്തൊരു ചിന്തിക്കാൻ ബുദ്ധിയില്ലാത്ത ജനങ്ങളാ ഇത്. ഇതാ ഓൻ ബെറ്റിങ് ചെയ്തതിൻ്റെ പരിപാടി. ഇത് ബെറ്റിങ്ങിൻ്റെ വേണ്ട. ഇതാ ചില ഏയോ ഓക്കെ എ ആണേ. ഇതെൻ്റെ വാട്സപ്പാണ്. ഇതാ കുവൈത്ത് ഷമീർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്. ഇതാ കുവൈത്ത് ഷമീർ. ഇതിൽ നമ്പർ ലീക്കായാലും ഒന്ന് ലീക്കായാലും കുഴപ്പമില്ല. കുവൈത്ത് ഷമീർ. ഇത് പറ്റുമ്പോൾ ഫോൺ കണക്ട് ചെയ്യാം. വെറുതെ വന്നല്ലോ മോനെ, വെറുതെ വന്നല്ല ബ്രദർ, വെറുതെ വന്നല്ല. ഓരോ സാധനവും കാണിക്കും. ഇതൊന്നുമല്ല, മനസ്സിലായി? ഇതൊന്നുമല്ല. നിങ്ങൾ വെയിറ്റ് ചെയ്യ്. ഇതൊന്നുമല്ല. കരയുന്നുണ്ടല്ലോ കുറേ എണ്ണം കിടന്ന്. ഓൻ്റെ നന്മ കണ്ട് കുറേ എണ്ണം കരയുന്നുണ്ടല്ലോ. വെയിറ്റ് ആക്കേ. ഇത് ഫേക്കാന്നല്ല പറഞ്ഞേ. ഫേക്ക് നമുക്ക് നോക്കാം, ഫേക്കാണോ ഇല്ല നമുക്ക് നോക്കാം. ഇതാ ഓക്കെ ഇതാ ഇത് ഫേക്കല്ല. ഇതിന് നമ്പർ ലീക്ക് ആയാലോ വാട്ടവർ. ഇത് ഫേക്കല്ല. ഇതാ ആദിൽ, മമ്മു, മുനു, ജാസി. ഇതെങ്ങനെ ഫേക്കാകാം? ഇതെങ്ങനെയാടാ ഫേക്കാകാം? ഇതാ മമ്മു, നിയാദ് മോൻ. ഇതാ പണ്ട് അങ്ങനെ ഒരു പേര് ഇട്ടുപോയി ഞാൻ ഈ നാറിക്ക്. ഇതെങ്ങനെയാടാ ഫേക്കാവാ? ഇതെങ്ങനെ ഫേക്കാവും? ഇത് ഫേക്കല്ലല്ലോ അല്ലേ? ഫേക്കല്ലാന്ന് വിശ്വസിച്ചല്ലോ. ഓക്കെ, ബാക്കി കാണിച്ചു തരാം അല്ലേ? ഫേക്കല്ലാന്ന് വിശ്വസിച്ചല്ലോ, ബാക്കി കാണിച്ചു തരാം. വെയിറ്റ്. എൻ്റെ ഫോണിൽ മെസ്സേജും കോളും വന്ന് കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ട് സ്ക്രീൻ റെക്കോർഡ് എടുത്ത് ഇട്ടിട്ടുള്ളത്. ഓക്കെ, അയിനെന്ന് വഹിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയാം. ഇതാ കോഴിക്കോട് പൂരികൾ ഇറങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് ബീച്ച് സ്റ്റാർബക്സ് ചക്കപ്പൂരികൾ ഇറങ്ങിയിട്ടുണ്ട്, ജാഗ്രത. ഇതാ വേറൊരു കാര്യം, കൊടുങ്ങല്ലൂർ ടൗണിൽ കുഞ്ഞിപ്പൂറികൾ ഇറങ്ങിയിട്ടുണ്ട്, ജാഗ്രത. ഈ കുഞ്ഞിപ്പൂറികൾ എന്ന് ഉദ്ദേശിക്കുന്ന ആരെയെന്നറിയോ? ഫേക്കോ? ഈ കുഞ്ഞിപ്പൂറികൾ എന്ന് ഉദ്ദേശിക്കുന്ന ആരെയും അറിയോ? 18 വയസ്സ് തികയാത്ത കുഞ്ഞി പെമ്പിള്ളേരാ. മനസ്സിലായോ? നിൻ്റെ എല്ലാം വീട്ടിലും ഉണ്ടാവുമല്ലോ പെങ്ങന്മാരും ഇവരും അല്ലേ? ഞാനത്ര പുണ്യാളനൊന്നല്ല, ഞാനും ഇതിൽ പറയുന്നുണ്ട്. പക്ഷേ ഈ കുഞ്ഞിപ്പിള്ളേരെ ഞാൻ പറയുന്നില്ല. 18 വയസ്സ് തികയാത്ത 18 വയസ്സിന് താഴെ ഉള്ള പെമ്പിള്ളേരെ കുറിച്ച് ഞാൻ പറയുന്നില്ല. മനസ്സിലായോ? 18 വയസ്സ് ഇത് കേസെടുക്കണം, കേരള പോലീസ് കേസെടുക്കണം. 18 വയസ്സിന് താഴെയുള്ള കുഞ്ഞി പെമ്പിള്ളേരെ കുറിച്ച് നിങ്ങളെ തൊപ്പി അണ്ണൻ പറഞ്ഞ ഇതാണ്. ഫേക്കാ എടാ?
ആ എന്നാൽ പിന്നെ ഇതന്നെ എടുത്ത് കാണിക്കും. ഇത് വിവരമില്ലല്ലോ, ബുദ്ധിയില്ലല്ലോ. ഇത് കുറേ ചാറ്റ് അങ്ങോട്ട് പോകണം. ഇത് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് തന്നെ കാണിക്കും, മനസ്സിലായോ? അതിന് നോക്കുന്നോ? അതിനോ എടാ 18 വയസ്സ് തികയാത്ത പെൺപിള്ളേർക്ക് വയറ്റിലുണ്ടാക്കി കൊടുക്കുന്ന കാര്യമാടാ ഈ പറയുന്നത്. അതിനൊന്ന് ചോദിക്കുന്ന നീ എല്ലാം കൂട്ടിക്കൊടുക്കുമായിരിക്കും അല്ലേ? നിന്റെ എല്ലാം പെങ്ങന്മാരെ കൂട്ടിക്കൊടുക്കുമോ ഇവന്? അതിനൊന്ന് ചോദിക്കുന്നുണ്ടല്ലോ. കൂട്ടിക്കൊടുക്കുമോ നീ? കൂട്ടിക്കൊടുക്കുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. അതുകൊണ്ടായിരിക്കും ആ വർത്താനം പറയുന്നുണ്ടാവും. അല്ലാണ്ട് അങ്ങനെ പറയൂലല്ലോ. അതിനെന്ന് പറയണമെങ്കിൽ നിന്റെ വീട്ടിൽ ഒന്നിക്കൽ പെങ്ങന്മാരോ അല്ലെങ്കിൽ നീ അങ്ങനത്തെ മൈൻഡുള്ള ആളായിരിക്കും. 18 വയസ്സിന് താഴെയുള്ള പെൺപിള്ളേരെ കുറിച്ച് നീയും പറയുന്നുണ്ടല്ലോ. ഞാൻ പറയുന്നുണ്ട്. ഞാൻ നന്മ കളിക്കാൻ വന്നതല്ല ബ്രദർ. ഞാൻ നന്മ കളിക്കാൻ വന്നതല്ല, മനസ്സിലായോ? ഞാൻ നന്മയോ പുണ്യാളനോ കളിക്കാൻ വന്നതല്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നന്മയും തിന്മയും തമ്മിലുള്ള ഇതല്ല. ഇത് തിന്മയും തിന്മയും തന്നെയാണ്. അതിൽ വലിയ തിന്മയും ചെറിയ തിന്മയും തമ്മിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് നോക്കിയാൽ മതി. ചെറിയ തിന്മയും നന്മയും പ്രൂഫ് ഉണ്ട് ബ്രദർ. എല്ലാത്തിനും പ്രൂഫ് ഉണ്ട്. വെറുതെ വന്ന് കുണക്കൂല. ഓക്കെ, അടുത്ത കാര്യം. ഇത് ഇവൻ മെത്ത് എന്ന് പറഞ്ഞ സാധനം അറിയാലോ. ഇവനല്ല പറഞ്ഞു ഞാൻ ഡ്രഗ് അടിച്ചത്. ഇവൻ ഡ്രഗ് യൂസ് ചെയ്തതിൻ്റെ സാധനമാണ് ഇത്. എത്ര പേർക്ക് ഇവിടെ അറിയാമെന്നൊക്കെ അറിയില്ല. ഡ്രഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കല്ല് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ഈ മെത്ത് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വായിൽ എന്തെങ്കിലും ചവച്ചുകൊണ്ട് നിൽക്കണം. അത് അറിയാലോ. ഇങ്ങനെ എന്തെങ്കിലും ചവച്ചുകൊണ്ട് നിൽക്കും, ഇങ്ങനെ കടിച്ചുകൊണ്ട് നിൽക്കും, ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ കടിച്ചുകൊണ്ട് നിൽക്കും. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പം നിൽക്ക്, ഇങ്ങനെ കടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ കാണിച്ചു തരാം. വെയിറ്റ് ബ്രദർ, വെയിറ്റ്. ഡ്രഗ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വരും, മനസ്സിലാവും. അത് കണ്ടിട്ട് ഇടുന്ന് പോയാൽ മതി എല്ലാവരും. ഞാൻ പറഞ്ഞല്ലോ, ഒരുത്തനും ഇവിടെ കളം വിടൂല. അതാരും ചിന്തിക്കണ്ടേ. ആരും സത്യം അറിയാണ്ട് ഇടുന്നു ഒരുത്തനും പോകില്ല. അനാൻസ് ഇഷ്യൂ എല്ലാ ഇഷ്യൂയും പറയും. ഒരുത്തനും ഇവിടെ സത്യം അറിയാണ്ട് ഒരുത്തനും കളം വിട്ടു പോകില്ല, ഞാനടക്കം. ഇതിങ്ങനെ കടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. ഇത് ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം മനസ്സിലായി. ഇതൊന്നൊന്നുമല്ല, എനിക്കറിയാം. ഇതൊന്നൊന്നുമല്ല, മനസ്സിലായി. ഇത് പണ്ടുള്ളതാ. ഇത് ഡേറ്റ് പണ്ടത്തെ ഇതാ, 2024. ഇവൻ ഡ്രഗ് യൂസ് ചെയ്യാത്ത ആളാണല്ലോ. ഇവൻ കള്ളു കുടിക്കാത്ത ആളാണല്ലോ. ഇവൻ എന്താ പറഞ്ഞത്? ബിസിനസ് മീറ്റിങ്ങിന് പോകുമ്പോൾ ഒരു തുള്ളി കുടിക്കുമെന്നല്ലേ ഇവൻ പറഞ്ഞത്. ബിസിനസ് മീറ്റിങ്ങിന് പോകുമ്പോൾ ഒരു തുള്ളി കുടിക്കുമെന്ന്. നിക്ക് എല്ലാം കാണിക്കും. ഇതാ മമ്മൂന് ഇവൻ ഡ്രഗ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രൂഫ് വരുന്നുണ്ട്. ഏയ്യോ പോടാ മൊണ്ണമാരെ. ഇത് ലൈവാടാ, ലൈവ് വീഡിയോ. ഇത് ഫോട്ടോ എടുത്തിട്ട് ഇത് ലൈവ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ ഓൾഡ് എന്ന് പറഞ്ഞിട്ട് ഇവൻ ഒരാളെ കൊന്നാലും നീ എല്ലാം ഇതന്നെ പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ നിൻ്റെ എല്ലാം വീട്ടിൽ കയറി ആരെങ്കിലും ഇവൻ 18 വയസ്സാകാത്ത നിൻ്റെ എല്ലാം വീട്ടിലെ പെങ്ങന്മാർ ഇതാക്കിയാലും നീ പറയും ഓൾഡ് തൊപ്പിയല്ലേ, ഇപ്പോഴത്തെ തൊപ്പിയല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുമായിരിക്കും. നീ എല്ലാം അവൻ്റെ അടിമയായിക്കൊണ്ട്. അത് പറഞ്ഞോ. ഓരോ സാധനങ്ങളും കാണിക്കും. ഞാൻ കുറച്ച് ടെൻസ്ഡാണ്, അതിൻ്റെ ഒരു ഇതുണ്ട്. അതുകൊണ്ട് കൈ പറയും പരിപാടി എല്ലാം വരും, മനസ്സിലായോ? ഓക്കെ, അടുത്ത കാര്യം. ഇത് ഫസി എനിക്ക് അയച്ച മെസ്സേജാണ്. ഇനിയിപ്പോൾ ഇതും ഇതാന്ന് പറയല്ലോ, ഇതും ഫേക്കാന്ന് പറയല്ലോ. കാരണം ബുദ്ധിയില്ലല്ലോ. ഓൻ്റെ ഇതിൽ വീണ് പോയല്ലോ. ഞാൻ ആദ്യം പറഞ്ഞ കാര്യമല്ലോ നിങ്ങളെ വീപ്പിക്കും എന്നുള്ള കാര്യം. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഫസ്മിന സാക്കിർ ഹുസൈൻ എല്ലാം കണക്ട് ചെയ്ത് തന്നെ കാണിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് കൈസ്, മനസ്സിലായോ? അപ്പോൾ എല്ലാം കാണിക്കാം നമുക്ക്. ഫസ്മിന സാക്കിർ. എടാ എല്ലാം പറ. ഞാൻ ഉണ്ടായിരുന്നപ്പോൾ തൊട്ടുള്ള അവൻ്റെ ഡ്രഗ്സ്, സെക്സ്വൽ എല്ലാം A to Z സത്യം പറ. ഫസി വെയിറ്റ് വന്നിട്ട് എന്താ പറയാൻ? ഞാൻ വരാൻ പറ്റുമെന്ന് ചോദിക്കും. നീ കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് ബാക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അവൻ്റെ മാനിപ്പുലേഷൻ ഫുൾ പുറത്ത് വരണം. ഞാനുള്ളപ്പോൾ തന്നെ പെൺപിള്ളേരുടെ ഒപ്പം പോയത് ഡ്രഗ്സ്. ഇത് ഏയോ പോടാ മൊണ്ണന്മാരെ. ബുദ്ധിയില്ലാണ്ട് തീട്ടം തൂന്ന് നടക്കുന്ന കുറേ എണ്ണമുണ്ട്. നിന്നൊന്നും നമുക്ക് കാണിക്കണ്ട. ബുദ്ധിയുള്ളവന്മാർ മാത്രം വിശ്വസിച്ചാൽ മതി. ബുദ്ധിയില്ലാത്തവരുടെ ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോ. നീ ഒന്നും ഇത് വിശ്വസിക്കണ്ട. ഇനിയിപ്പോൾ അടുത്ത ഇതൊന്നും പറഞ്ഞിട്ട് വരും. ഓക്കെ, അല്ല ഇതിനായിട്ടില്ല. ഇതിനൊന്നുള്ള ടൈം ആയിട്ടില്ല. ഓക്കെ, വെയിറ്റ്. ഇത് നമ്മൾ ഇതാക്കാൻ ഇത് ഓൾഡ് അല്ല കേട്ടാ. ഇത് ഓൾഡ് അല്ല. ഇതിൽ തന്നെ ഇത് ഓൾഡാണ്. അതായത് മുടി കുറച്ചതിന് ശേഷം അല്ല ഇതിൽ പറയുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് കേക്ക്. എൻ്റെ ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കില്ല എന്നുണ്ടെങ്കിൽ വിട്ടോ. പറയാനില്ല. കാരണം തീട്ടം തിന്ന് നടക്കുന്നവന്മാരോട് വർത്താനം പറയാനില്ല.
ഇത് ഓൻ്റെ സുഹൃത്തുണ്ടല്ലോ, ഓൻ്റെ കൂടെ നടക്കുന്ന ആളുണ്ടല്ലോ, റാംബോൻ്റെ വോയിസാണ്. റാംബോ ഇന്നലെ വരെ കൂടെ ഉണ്ടായ റാംബോൻ്റെ വോയിസാണ് ഇത്. അല്ല, ഇത് കേട്ടിട്ട് എ ആണെങ്കിൽ എ എന്ന് വിചാരിക്കും. അതെന്താണ് വെള്ളമടിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ എൻ്റെ അടുത്ത് പറയണത്? അടിച്ചതിന് ശേഷമല്ല, വെള്ളമടിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ എൻ്റെ അടുത്ത് പറയുന്നത്. ചെറിയൊരു ഇതിനു വേണ്ടി ഒരു പ്രശ്നമായിട്ടില്ല. ഇത് എ ആണെന്ന് വിശ്വസിക്കുന്ന ഏത് മണ്ടന്മാരാ? ഓൾട്ടോ എടാ, നിൻ്റെ എല്ലാം വീട്ടിൽ കയറി നിൻ്റെ എല്ലാം നമുക്ക് ഇതുണ്ട്, നിൻ്റെ എല്ലാം വീട്ടിൽ കയറി നിൻ്റെ എല്ലാം പെങ്ങൾ ഇതാക്കിയാലും നീ എല്ലാം ഇത് തന്നെ പറയണം കേട്ടാ. ഓൾഡ് തൊപ്പിയല്ലേ, ഇപ്പോഴത്തെ തൊപ്പിയല്ലല്ലോ, അതുകൊണ്ട് ഓൻ എൻ്റെ വീട്ടിൽ കയറി മുമ്പല്ലേ എൻ്റെ പെങ്ങളെ പിടിച്ച് പണിയത്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോഴത്തെ തൊപ്പിയല്ലല്ലോ, ഓൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാം സ്ക്രിപ്റ്റാന്ന്. അപ്പം ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. ഓൻ്റെ ലൈവ് തന്നെ എടുത്ത് നോക്കണം മൊണ്ണകളെ. അതെന്താണ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ? ഞാനൊരു കേസ് പണ്ട് കളമശ്ശേരി ലക്ഷദ്വീപിൽ ഞാൻ ഇവനും അവനും തൊഴായിരിക്കുന്ന കുമ്മയും കൂടെ പോയാണ് ഷെമീറിന് വേണ്ടിയിട്ടും ഞാനുണ്ട് കേട്ടോ. ഞാൻ പുണ്യാളെന്നല്ല ഗൈസ്, ഞാൻ പുണ്യാളെന്നല്ല. എനിക്ക് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്തിടാം. ഞാൻ പുള്ളിയാണല്ലോ എന്നല്ല. ഓൾട്ടോ എടാ, ഇതിൽ ഓൻ തന്നെ പറയുന്നുണ്ട് പണ്ട് കളമശ്ശേരി വീട്ടിൽ നിന്ന്. അപ്പം ഇത് ഈ അടുത്ത് പറയുന്നല്ലേ ഓൾഡ് തന്നെയാണ്. ഓൾഡ് എന്ന് പറഞ്ഞിട്ട് പോക്സോ ഇല്ലാണ്ടാവോ? ഓൾഡ് പോക്സോ ഇല്ലാണ്ടാവോ? ഓൻ മുടി മുറിച്ചിട്ട് നന്നായി എന്ന് പറഞ്ഞ സമയത്താണ്. അതിൽ ഇല്ല തന്നെ പറയുന്നുണ്ട്. വെയിറ്റ് ചെയ്യും. ഇത് പിന്നെ തീട്ടം തിന്ന് നടക്കുന്ന ഈ പറഞ്ഞ അതേ വിശ്വസിക്കും. തൊപ്പീന ഇതാക്കിയാലേ നടക്കുമെന്ന് പറയുന്നവർ അങ്ങനെ ഇതായിരിക്കും. പറ്റുമെങ്കിൽ ഇയർഫോൺ ഇട്ടോ കേട്ടോ, അല്ലാണ്ട് മനസ്സിലാവില്ല. എ ഐയിൽ എങ്ങനെയാടാ സൈഡിൽ കിടക്കുന്ന ആൾക്കാർ വർത്താനം പറയാനും ഇതെല്ലാം പറ്റാം? ഒരു പ്രശ്നമായിട്ടുണ്ട്. അതെന്താണ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ? ഞാനൊരു കേസ് പണ്ട് കളമശ്ശേരി ലക്ഷദ്വീപിൽ ഞാൻ ഇവനും അവനും തൊഴായിരിക്കുന്ന കുമ്മയും കൂടെ പോയാണ് ഷെമീറിന് വേണ്ടിയിട്ടും ഇവനെ അക്സെപ്റ്റ് ആക്കിയില്ല. അവിടെ സുബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതാ കാണാൻ ഭംഗിയ, ചെറിയ മുഖമൊക്കെ ആയിട്ടാ. കേക്കണേ, 18 വയസ്സ് തികയാത്ത പെണ്ണിന പിടിച്ച് ഇതാക്കിയ കാര്യമായി പറയാൻ പോകുന്നു. പിന്നെ ഞാൻ മറ്റേ കുണ്ടനടിച്ചു എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഞാൻ കുണ്ടനടിച്ചു എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതിനുള്ള പ്രൂഫ് മമ്മു എൻ്റെ സാമാനം എടുത്ത് വായിലിടുന്നത് ഓൻ കാണിക്കണം. അത് കാണിച്ചിട്ടേ പോകാൻ പറ്റൂ. ഞാൻ മാസ്റ്റർബേറ്റ് ചെയ്യാണ്ട്, ആണുങ്ങളാകുമ്പോൾ മാസ്റ്റർബേറ്റ് ചെയ്യും. അല്ലാണ്ട് ഞാൻ കുണ്ടനടിച്ചതിൻ്റെ വീഡിയോ നീ എടുത്തിടണം. മനസ്സിലായോ? ഓപ്പൺ ചാലഞ്ച് നീ എടുത്തിടും. കുണ്ടനടിക്കുന്ന തന്നെ എടുത്തിടണം. അല്ലാണ്ട് വെറുതെ ഞാൻ തുണിയില്ലാത്തതും ആടുന്ന് അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നതും എടുത്തിടരുത്. പക്ഷെ ഒരു ദിവസം ഇത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും നിങ്ങളും കൂടെ പുറത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇതിന് വെച്ചും കൂടെ റൂമിലായിരുന്നു. മനസ്സിലായി? അന്ന് ഇവനും അത്രയും കേട്ടായി. ഇത് കഴിഞ്ഞിട്ട് ഈ സ്റ്റോറി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ നെച്ചിയെ വേണമെങ്കിൽ നീ അതിന് ആ സമയത്ത് കിട്ടും. ഈ സുഖിയെ വേണമെങ്കിൽ കിട്ടും. കാരണം ഇപ്പോൾ ഉള്ളതിന് ഇപ്പം ഒരുപാട് മേള. പക്ഷെ ആ സമയത്തെന്ന് പറഞ്ഞാൽ ഒരു മുടി വെട്ടിയിട്ടുള്ള നീ അത് ഇതാ ഓൾഡ് എന്ന് പറഞ്ഞ കുണ്ണകളോട് എനിക്ക് പറയാനുള്ളത്. ഓൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആരല്ലോ, ഓൾഡ് എന്നല്ല പറയുന്നത്. ഇത് റാംബോന്റെ തന്നെ വോയിസ് ആണ്. മനസ്സിലായോ? വീഡിയോ പ്രൂഫ്. ഞാൻ പിന്നെ നിങ്ങൾക്ക് സിനിമ എടുത്തിട്ട് ഞാൻ തരാടാ ആടെ നടക്കുന്നത്. ഇപ്പം ഒരുപാട് മേള. പക്ഷെ ആ സമയത്തെന്ന് പറഞ്ഞാൽ ഒരു മുടി വെട്ടിയിട്ടുള്ള നീ അത് അന്ന് ഷെമീറെ സെറ്റാക്കിയിട്ട് ഇതിന്റെ കഥ ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു. ചെന്നിട്ട് ഷെമീറെ സെറ്റ് ചെയ്ത് ഈ ദേഷ്യത്തിൽ ഇവന്റെ മൈൻഡിനെ അറിയിച്ചു. ഈ ദേഷ്യത്തിൽ ഇവന്റെ അടുത്ത് സുബിയെ തിരിച്ചു പിടിച്ചു. തൊപ്പിനെ കുറിച്ചാ പറയുന്നത്. കയറ്റി ഷെമീറിന്റെ ഫ്രണ്ടി ബി എം കൂടെ കൊണ്ട് ഷെമീർ പറഞ്ഞു ഞാനും പറഞ്ഞു നീ എവിടെ പറഞ്ഞു പോടെ കുണ്ടച്ചു കൊണ്ട് ഷെമീറിന്റെ അമ്മ സത്യം ഇടുന്നത് റാംബോ ആണ്. അവന്റെ കൂടെ നടക്കുന്ന റാംബോ ഫ്രണ്ടി കൂടെ അവളെ കൊണ്ട് അന്ന് ഷെമീർ അടിച്ചടി. പക്ഷെ ഞാൻ ഷെമീർ മാത്രമല്ല, അന്ന് ഷെമീർ അടിച്ചടി BME കയറ്റി കൊണ്ടുപോയി 2-3 മണിക്കൂർ. മനസ്സിലായോ? നീ അത് ഇവനെ ഇതാക്കാൻ വേണ്ടി കൊണ്ടുപോയി കിസ്സൊക്കെ അടിച്ച് പിടിയൊക്കെ പിടിച്ച് അവൻ പറഞ്ഞു എല്ലാം ചെയ്തിട്ട്. എന്നിട്ട് ഇവൻ അടുത്ത ദിവസം ഇവൻ്റെ എക്സ്ട്രീം മൈൻഡ് നീ ആലോചിച്ചു. അടുത്ത ദിവസം ഇവിടെ ഒഴിവാക്കി. അടുത്ത ദിവസം സുബി ഇവ ഒഴിവാക്കി. ഞാൻ വണ്ടി കയറ്റി ഷെമീറിനെ ഇറക്കാക്കി കൊണ്ടുപോയി. അടുത്ത ദിവസം നീ അത് സുബിയിൽ ഒഴിവാക്കി. അപ്പം എന്തോന്ന് പിന്നെ ഷെമീറിനെ അവളെ വേണം. എന്നിട്ട് അടുത്ത ദിവസം നീ അത് അവളെ ഒഴിവാക്കി. ഇനി വേണമെങ്കിൽ നീ എടുത്തോ, പിന്നെ ഷെമീറിനെ വേണം. ആ രീതിയിൽ നീ അത് പക വെച്ച് ചെയ്ത് കൊടുക്കുന്നതാണ്.
മനസ്സിലായോ? അതുകൊണ്ട് എനിക്ക് ഇവന് വ്യക്തമായിട്ട് അറിയാം ഈ ഒരു കേസിൽ പല രീതിയിൽ ഞാൻ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ ജാസി വന്നിട്ട് ഇങ്ങനെ പറയുമായിരിക്കും, അല്ലെങ്കിൽ അസ്പാക്ക് ഇങ്ങനെ മുണ്ടുമായിരിക്കും. വെച്ച് ഇതേപോലത്തെ ഒരു സാധനം ഉണ്ടാക്കി തന്നാൽ നീ പറയുന്ന പൈസ അല്ലെങ്കിൽ തൂങ്ങിച്ചാവും. മനസ്സിലായോ? തൂങ്ങിച്ചാവൂടാ. ഇതെല്ലാം നടന്ന കാര്യമാടാ, വെറുതെ പറയുന്നതല്ലടാ. വിശ്വസിക്കാൻ പണിയായിരിക്കും. നിങ്ങളെ മനസ്സിൽ വിഗ്രഹമായിട്ട് കൊണ്ട് നടക്കുന്നില്ല, അപ്പോൾ വിശ്വസിക്കാൻ പണിയായിരിക്കും. ആ രീതിയിൽ നീ അത് പക വെച്ച് ചെയ്തു കൊടുക്കുന്നതാണ്. മനസ്സിലായോ? അതുകൊണ്ട് എനിക്ക് ഇവന് വ്യക്തമായിട്ട് അറിയാം ഈ ഒരു കേസിൽ പല രീതിയിൽ ഞാൻ പറഞ്ഞു. ഓക്കെ, ഇതെന്താ സംഭവം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇത് ഫേക്കാന്നാ നിങ്ങൾ എന്താന്ന് വെച്ചാൽ പറ. നിങ്ങൾ ഇത് പറയാനായിട്ട് കുറേ എണ്ണത്തിനിടെ ഏൽപ്പിച്ചിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ പറ ഇത് ആക്കിയിട്ട് എനിക്കൊന്ന് തരണേ. ഞാൻ തൂങ്ങിച്ചാവും. എടാ ഞാൻ ചാവും ബ്രദർ, ഞാൻ ചാവും. ഇത് ഫേക്കാന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ വോയിസ് ഫേക്കാന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ തൂങ്ങിച്ചാവാം. ഇതിൻ്റെ അപ്പുറത്തോട്ട് എന്താടാ തെളിവ് നിങ്ങൾക്ക് വേണ്ടേ? ഓക്കെ, കാര്യം ഞാൻ പറയാം. പിന്നെ ഞാൻ കുണ്ടെന്ന് പറയുന്നത് അത് ഓൻ തെളിയിക്കണം. ഞാൻ കുണ്ടനല്ല നമുക്കറിയാം, അപ്പോൾ ഓൻ തെളിയിക്കണം. മനസ്സിലാവും? കാര്യം പറഞ്ഞുതരാം. ഇതൊന്നല്ല, വീഡിയോ പ്രൂഫ് അടക്കമുണ്ട്. അതെല്ലാം കാണുമ്പോൾ ഇതെല്ലാം വിശ്വാസം വരും, അതെല്ലാം കാണുമ്പോൾ വിശ്വാസം വരും. പക്ഷെ അങ്ങനെ നീ ഒന്നും വിശ്വസിക്കണ്ട. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്ത് അങ്ങനെ നീ ഒന്നും അവനെ വിശ്വസിക്കണ്ട. നീ കാര്യങ്ങൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഇവിടെ വേണം. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ കാര്യം പറഞ്ഞു. ഈ സംഭവത്തിൽ ഞാനും തെറ്റുകാരനാണ്, ഞാനും ഇതിലുണ്ട്. ഡബ്ബിഡ് പോടാ മൊണ്ണെ. 3 ആൾക്കാർ വന്നിട്ട് സൈഡിൽ നിന്ന് നടന്ന് ഇവിടുന്ന് വർത്താനം പറയാം. ബുദ്ധി ഉണ്ടെങ്കിൽ ഹെഡ്ഫോൺ വെച്ച് കേൾക്കടാ മൊണ്ണെ. ഓക്കെ, ഞാൻ കാര്യം പറഞ്ഞു. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ കുവൈത്തിൽ നിന്ന് വന്ന സമയത്ത് ഇപ്പം ഡബിൾ ഇടും എനിക്കറിയാം. ഞാൻ കുവൈത്തിൽ നിന്ന് വന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഇവൻ മുടി വെട്ടി നിൽക്കുക. ആ സമയത്താണ് അത് കഴിഞ്ഞിട്ട് 1 മാസം 2 മാസം കഴിഞ്ഞിട്ടാണ് ഇവൻ ഗ്യാങ് കൊടുക്കുന്നത്. മനസ്സിലാ? ആ സമയത്ത് ഇവൻ നല്ല ഇതടിയാ, മെത്തടിയാ. അപ്പോൾ ആ ടൈമിൽ ഈ പറഞ്ഞ പോലെ അനക്കും ഇവൻ തന്നിട്ടുണ്ട്, മമ്മൂനും കൊടുത്തിട്ടുണ്ട്. മമ്മൂൻ വന്നിട്ട് പറയും മമ്മൂന് കൊടുത്തിട്ടുണ്ട്, ഇവൻ എനിക്ക് തന്നിട്ടുണ്ട്, എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ട്. റാംബോ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. റാംബോ അത് തൊട്ടിട്ടില്ല. ഉള്ള കാര്യമുള്ള പോലെ തന്നെ പറയാലോ. റാംബോ യൂസ് ചെയ്തിട്ടില്ല, റാംബോ അത് തൊട്ടിട്ടില്ല. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പോലും റാംബോ യൂസ് ചെയ്തില്ല. ഈ പറഞ്ഞ പോലെ ഇവൻ ഈ സാധനം ഒസാക്കി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. നിങ്ങൾക്ക് അറിയുണ്ടാവും. ഈ പറഞ്ഞ പോലെ MDMA കേസിൽ ന്യൂസിലെല്ലാം വന്നൊരു സംഭവമാണ്. ന്യൂസ് 24 ഏതിലെല്ലാം വന്നൊരു സംഭവമുണ്ട്. അങ്ങനെയാണ് അവൻ്റെ ബ്ലാക്ക് ഫോർച്യൂണർ പിടിക്കുന്നത്. അങ്ങനെയാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ആ വണ്ടി ഇപ്പോൾ ഇല്ലാത്തത്. ഇപ്പോൾ മറ്റേ ഇവിടെ സ്റ്റേഷനിലുണ്ട്, നേവി ഗാർഡ് സ്റ്റേഷനിലുണ്ട്, കളമശ്ശേരിയോ ഏതോ ഒരു സ്റ്റേഷനിലുണ്ട്. അത് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രൂഫ് കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആ വണ്ടി പിടിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഇവൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ പെണ്ണുപിടി ഇതടി ഇതാണ് ഇവൻ്റെ മെയിൻ പരിപാടി. അപ്പോൾ ഇപ്പോൾ ഇവൻ തന്നെ പറഞ്ഞല്ലോ, റാംബോ തന്നെ പറഞ്ഞല്ലോ, ഫെയിം ആ ടൈം അത്രയും ഫെയിമാണ്. കാരണം ഈ മുടി വെട്ടി നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര ഫെയിമാണ്. അപ്പോൾ ഈ മുടി വെട്ടി നിൽക്കുന്ന സമയത്ത് ഈ ഫെയിം ഉള്ളതുകൊണ്ട് ഇവൻ എവിടെ പോയാലും ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വരും. അപ്പോൾ അങ്ങനെ നമ്മൾ മറ്റേ ക്യൂൻസ് വേ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇവൻ്റെ ബ്ലാക്ക് ഫോർച്യൂണറിൽ ഞാൻ, നിയാദ്, റാംബോ, പിന്നെ ഫാസിൽ പാച്ചു ആണോ ഒസാക്കിയാണോന്ന് അറിയില്ല, വേറൊരാളും കൂടി ഉണ്ട്. നമ്മളെല്ലാവരും കൂടി പ്രൂഫ് ഇതിൻ്റെ അപ്പുറത്തോട്ടുള്ള പ്രൂഫെല്ലാം ഉണ്ടാ, വെയിറ്റ് ചെയ്യും, അതെല്ലാം കാണിച്ചിട്ട് ഇതെല്ലാം വിശ്വസിച്ചാൽ മതി. എന്നിട്ട് ഇതെല്ലാം മോനോടി എടുത്ത് കാണാം, അപ്പോൾ മോനിൽ വിശ്വാസം വരും. അങ്ങനെ നമ്മൾ ക്യൂൻസ് വേയിൽ പോയി. ഈ പറഞ്ഞ പോലെ ഇങ്ങനെ അവിടെ നമ്മൾ വണ്ടി കാണുമ്പോൾ ഇത് കാണുമ്പോൾ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വരും. അങ്ങനെ 2 പെൺപിള്ളേർ വന്നു, ലക്ഷദ്വീപിലുള്ള പെണ്ണ്. ഒന്നിന് 18 ആയില്ല, ഒന്നിന് 19 എന്തോ വയസ്സാണ്. ഒന്ന് കാണാൻ കുറച്ച് എന്താ പറയുക ചെറുതാ. ഈ പറഞ്ഞ പോലെ 18 ആകത്തോണ്ടുള്ള അതിൻ്റെ ഇതും വെളുത്ത് അങ്ങനെയാണ്. അപ്പോൾ 2 ഗേൾസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഫോട്ടോ എടുക്കാൻ വന്നു. അപ്പോൾ ഇവൻ പറഞ്ഞു പ്രൂഫ് ഇതെല്ലാം ഞാൻ എങ്ങനെയാടാ പ്രൂഫ് എടുക്കാം? ഈ പറഞ്ഞ ഇതിപ്പോൾ ഓൻ പറഞ്ഞ കഥ നിങ്ങൾക്ക് കേൾക്കാമല്ലോ, ആണെന്ന് ഉറപ്പാണ്. എന്നാൽ നീ കാണിക്കും, എന്നാൽ നീ ഇത് തെളിയിക്ക്. ഞാൻ ഈ പരിപാടി നിർത്തി ഞാൻ പോകുന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ ആത്മഹത്യ ചെയ്യും. മനസ്സിലായി? ആത്മഹത്യ ചെയ്യുക, അല്ലാണ്ട് വെറുതെ വർത്താനം പറഞ്ഞിട്ട് പോകാൻ വന്നതല്ല. ഈ പറഞ്ഞ പോലെ അങ്ങനെ ആ പെൺപിള്ളേരെയും കൂട്ടി നമ്മൾ എന്ത് ചെയ്തു, അവിടുന്ന് നമ്മൾ പെട്രോൾ പമ്പിൻ്റെ അടുത്തേക്ക് പോയി. പെട്രോൾ പമ്പിൻ്റെ അടുത്തുനിന്ന് ഇവൻ പറഞ്ഞു അങ്ങോട്ടേക്ക് ആടുന്ന് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. പമ്പിൻ്റെ അടുത്ത് പോയി. പമ്പിൻ്റെ അടുത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഇവൻ ഇൻസ്റ്റ ഐ ഡി വാങ്ങിയിട്ട് ഈ പറഞ്ഞ പോലെ 2 ദിവസം കൊണ്ട് മെസ്സേജ് അയച്ചു, ഇതാക്കി. ഒരു പെണ്ണിനെ ഞാനും എടുക്കാം, ഒരു പെണ്ണിനെ ഓനും എടുക്കാം. ഞാൻ പുണ്യാണെന്നല്ല, ഉള്ള കാര്യം പറയാലോ. ഒരു പെണ്ണിനെ ഞാൻ എടുക്കാമെന്നും ഒരു പെണ്ണിനെ എടുക്കാമെന്ന് വെച്ചാൽ സെറ്റാക്കാന്നുള്ളത്, പ്രണയിക്കാന്നുള്ള രീതിയിൽ. പക്ഷേ ഇവൻ പ്രണയം നടിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഇവൻ്റെ പരിപാടി ചെയ്യുമ്പോൾ പോകുന്ന ആളാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അങ്ങനെ ആക്കി. ആ ടൈം നമുക്ക് റിലേഷൻ ഉണ്ട് കേട്ടോ, അത് ഞാൻ ഇതാക്കുന്നൊന്നല്ല, ഞാൻ എന്നെ ന്യായീകരിച്ച് വലിയ ഇതാക്കുന്നതല്ല. അങ്ങനെ ഒരു തെറ്റ് എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയിട്ടുണ്ട്. പക്ഷേ ഞാൻ സെക്സ്വലി ഞാൻ ഒന്നും ചെയ്തില്ല, അത് ഞാൻ ഉറപ്പ് വരാം. അങ്ങനെ ഈ പറഞ്ഞ പോലെ 2 ദിവസം കൊണ്ട് വളച്ചു. അവരെ വീട്ടിലേക്ക് വന്നു. ഈ പറഞ്ഞ പോലെ അവർ ഇതൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇവൻ ഈ പറഞ്ഞ പോലെ അന്ന് രാത്രി നമ്മളിത് യൂസ് ചെയ്തു. ഞാൻ ഗൾഫിൽ നിന്ന് വന്ന സമയം. അപ്പോൾ എൻ്റെ കയ്യിൽ പെട്ടിയൊക്കെ റൂമിലുണ്ട്.
അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തോ ഫേസ് ക്രീമോ എന്തോ സംഭവം കാണിക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞ ചെറിയ പെണ്ണുണ്ടല്ലോ, ഇവന് ഇഷ്ടമായ ചെറിയ പെണ്ണ്, 18ആകത്തെ പെണ്ണ്. ആ 18ആകത്തെ പെണ്ണിനാ ഈ പറഞ്ഞ പോലെ ഈ 18ആകത്തെ പെണ്ണ് എൻ്റെ കൂടെ റൂമിൽ ഒന്ന് ഞാൻ അത് കാണിച്ചു കൊടുത്ത് നമ്മളെന്തോ സംസാരിച്ചു. അതിവന് കൊണ്ടു ഇവൻ്റെ ഈഗോ തട്ടി അതിവന് കൊണ്ടു. ആ കൊണ്ടതിൻ്റെ പേരിൽ കൊണ്ടു എനിക്ക് ആ പെണ്ണിനെ കുറച്ച് ഇഷ്ടപ്പെടുകയും ചെയ്ത് ഞാൻ ഇവനോട് പറഞ്ഞു അത് ഇതാന്ന്. പക്ഷെ ഇവന് ആ പെണ്ണിനെ മോഹമുള്ളതുകൊണ്ട് ഇവൻ ചെയ്ത കാര്യമാണ് ഹിപ്പി ഈ പറഞ്ഞ കാര്യം. ഇനി ഒന്ന് കേട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധിയുണ്ടേ മനസ്സിലാവും. ഹെഡ്ഫോൺ വെച്ച് കേൾക്കും, അപ്പോൾ ആണോ അല്ലോ നല്ല മനസ്സിലാവും. എങ്ങനെയാണ് ആ ചെറിയ ചെറിയ സൗണ്ടിൻ്റെ ഇതുവരെ ആക്കാം. ഞാനും ഇവരും അവരും ആയിരിക്കുന്ന കുമ്മയും കൂടെ പോയാണ് വളയ്ക്കുന്നത്. ഷെമീറിന് വേണ്ടിയിട്ടും ഇവനെ അക്സെപ്റ്റ് ആക്കിയില്ല. പ്രൂഫ് ആണ് ഇത്. റാംബോന്റെ വോയിസ് ആണ് ഇത്. റാംബോ എന്ന് പറഞ്ഞ വ്യക്തിന്റെ വോയിസ് ആണ് അവന്റെ കൂടെ നടക്കുന്നത്. സുബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതാ കാണാൻ ഭംഗിയാ, ചെറിയ മുഖമൊക്കെ ആയിട്ടാ. നീ അത് കളിച്ചിട്ടില്ല, നീ അത് ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ഡോറൊന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് മുമ്പോയിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു ദിവസം ഇത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും നീ അതും കൂടെ പുറത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇതിന് വെച്ച് നമ്മുടെ റൂമിൻ്റെ അകത്ത് മനസ്സിലായി. അന്ന് ഇവന് അത്രയും കേട്ടായി. ഈ നെച്ചിയാണെങ്കിൽ നീ അതിന് ആ സമയത്തും കിട്ടും. ഈ സുഖിയെ വേണമെങ്കിലും കിട്ടും. കാരണം ഇപ്പോൾ ഉള്ളതിന് ഇപ്പം ഇത് എഡിറ്റഡ് ആണോ? ഇതിൽ എഡിറ്റ് ഉണ്ട്. അതായത് ഈ പറഞ്ഞ വോയിസ് ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് ഇവിടെ സബ് ടൈറ്റിൽ കൊടുത്തത്. മനസ്സിലായോ? നിങ്ങൾക്കെല്ലാം കേൾക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ സമയത്ത് മുടി വെട്ടിയിട്ടുള്ള നിയാദ്, മനസ്സിലായോ? മുടി വെട്ടിയിട്ടുള്ള നിയാദ്. ഇതെല്ലാം ഓൻ്റെ കൂടെയുള്ള ആൾ പറയുന്നതാ. ഓൻ്റെ റാംബോ, ഇത് റാംബോൻ്റെ വോയിസ് എല്ലാം റാംബോ പറയട്ടെ വന്നിട്ട്. അപ്പം ബാക്കി ഞാൻ അപ്പം കാണിക്കാം. ഞാൻ പറഞ്ഞു ഞാൻ എല്ലാം കാണിക്കൂല, ഞാൻ 40% ഞാൻ കാണിക്കും. ബാക്കി ഇവന്മാർ വന്ന് വെളുപ്പിക്കട്ടെ, അപ്പം ഞാൻ ബാക്കി കാണിച്ചു കൊടുക്കാം. ഷമീർ സെറ്റ് ചെയ്ത് ഈ ദേഷ്യത്തിൽ ഇവന്റെ മൈൻഡിനെ അറിയിച്ചു. ഈ ദേഷ്യത്തിൽ ഇവന്റെ അടുത്ത് സുബീബൻ തിരിച്ചു പിടിച്ചു. BME കയറ്റി ഷമീറിന്റെ ഫ്രണ്ടിൽ കൂടെ കൊണ്ട് ഷമീർ പറഞ്ഞു ഞാനും പറഞ്ഞു നീ എവിടെ പറഞ്ഞു അവിടെ കുണ്ടച്ചു കൊണ്ട് ഷമീറിന്റെ ഫ്രണ്ടിൽ കൂടെ അവളെ കൊണ്ട്. അന്ന് ഷമീർ അടിച്ചടി. പക്ഷെ ഞാൻ ഷമീർ മാത്രമല്ല, അന്ന് ഷമീർ അടിച്ചടി. BME കയറ്റി കൊണ്ടുപോയി 2-3 മണിക്കൂർ. മനസ്സിലായ? നീ ഇവനെ ഇതാക്കാൻ വേണ്ടി കൊണ്ടുപോയി കിസ്സൊക്കെ അടിച്ച് പിടിയൊക്കെ പിടിച്ച് അവൻ പറഞ്ഞു എല്ലാം ചെയ്തിട്ട്. എന്നിട്ട് ഇവൻ അടുത്ത ദിവസം ഇവന്റെ എക്സ്ട്രീം മൈൻഡ് നീ ആലോചിച്ചു. അടുത്ത ദിവസം ഇവിടെ ഒഴിവാക്കി. തൊട്ടടുത്ത ദിവസം സുബി ഈ ഓഡിയോ എങ്ങനെ കിട്ടി? ഈ ഓഡിയോ അസ്പാക്ക് റെക്കോർഡ് ചെയ്താ. അസ്പാക്കിന്റെ വോയിസ് ഇല്ല, ഇടക്ക് ബുദ്ധിയുണ്ടെങ്കിൽ മനസ്സിലാവും. വണ്ടി കയറ്റി ഷെമീറിനെ കൊണ്ടുപോയി 18 വയസ്സ് തികയാത്ത പെണ്ണിനെ പിടിച്ച് പണിയ കാര്യമാണ് നീ പറയുന്നത്. അടുത്ത ദിവസം നീയാത് സുബിയിൽ ഒഴിവാക്കി. അപ്പം എന്തോന്നു പിന്നെ ഷമീറിനെ അവളെ വേണം. എന്നിട്ട് അടുത്ത ദിവസം നീയാത് അവളെ ഒഴിവാക്കി. ഇനി വേണമെങ്കിൽ നീ എടുത്തു പിന്നെ ഷമീറിനെ വേണം. ആ രീതിയിൽ നീയാത് പക വെച്ച് ചെയ്തെടുത്തതാണ്. മനസ്സിലായോ? അതുകൊണ്ട് എനിക്ക് ഒരു വ്യക്തിയോട്ട് അറിയാം ഈ ഒരു കേസിൽ പല രീതിയിൽ ഞാൻ പറയും. ഓക്കെ, എന്ന് പറയുന്ന ആള് അങ്ങനെ വിശ്വസിക്കേ. മനസ്സിലായോ? ഇത് ഓരോന്നിനും നമ്മൾ ഈ സബ് ടൈറ്റിൽ ഇട്ടിട്ട് തന്നെ നമ്മൾ വീഡിയോ ഇടുന്നത്. കാരണം നിങ്ങൾക്ക് മനസ്സിലാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. വൈ റെക്കോർഡഡ് അവിടെ നടക്കുന്ന എന്തെല്ലാം നിങ്ങൾ അറിയണ്ടേ? ഓങ്ങൾക്ക് പലതും റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് റെക്കോർഡ് ചെയ്താ. മനസ്സിലായോ? ഇനി അടുത്തത് അല്ലെ, പിന്നെ അവരും കൂടി വരട്ടെ അല്ലേ? അവരും കൂടി വന്നിട്ട് പിന്നെ MDMA കേസ് പറഞ്ഞല്ലോ. ഇതാ